Hallelujah. Thank you, Lord Jesus. നന്ദി കർത്താവേ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധനേ, ഓ ശരകപദശ. Hallelujah, hallelujah, hallelujah. ഓ ശരകപദശ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, Hallelujah, 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 hallelujah. Thank you, Jesus. കർത്താവേ, നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ, നന്ദി. Hallelujah, hallelujah, hallelujah. ഓ ശാഖബബബശതരു. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Hallelujah. മനോഹരമായ ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ ആഴ്ചയുടെ പ്രാരംഭം സ്തുതിയോടും ആരാധനയോടും പ്രാർത്ഥനയോടും ആരംഭിപ്പാൻ ഇടയാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണർത്തിയിരിക്കുന്നു. അത് യാദർശികമല്ല, ദൈവത്തിന്റെ കരുണയാണ്. ഒരുപക്ഷെ ഇന്നലെ വരെ ചിലർ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം കടന്നുപോയത്. കണ്ണുനീരിന്റെ രാത്രികൾ, ഭയത്തിന്റെ നിമിഷങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, മറുപടിയില്ലാത്ത പ്രാർത്ഥനകൾ. എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, നീ ഇരുട്ടിൽ നടക്കണ്ട, എന്റെ വെളിച്ചത്തിൽ നടക്കുക. ദൈവവചനം പറയുന്നു, അവിടുത്തെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119, 105. വഴി അറിയാതെ നിൽക്കുന്നവർക്ക് അവൻ വഴി കാണിക്കും. ഭയത്തോടെ നിൽക്കുന്നവർക്ക് അവൻ ധൈര്യം നൽകും. തളർന്നിരിക്കുന്നവർക്ക് അവൻ പുതിയ ശക്തി പകരും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വാതിലുകളും കർത്താവിനായി തുറക്കാം. വെളിച്ചത്തിന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. വെളിച്ചമായ ജീവിതത്തിൽ വന്നിടണമേ യേശുനാഥ, ഇരുളെല്ലാം നീക്കിടുവാൻ ഇന്നൻ ഹൃദയം തുറന്നിടുന്നു. വചനദീപം കയ്യിൽ തന്നാൽ വഴി തെറ്റാതെ നിന്നിടാം. തളർന്ന വേളയിൽ താങ്ങിടുവാൻ തൻകരം നീട്ടി കൂടെയുണ്ട്. കണ്ണുനീരെല്ലാം തുടച്ചിടുന്ന കരുണയുള്ള എൻ യേശുവേ, നിത്യമാർഗത്തിൽ നടത്തിടണമേ. നിൻ സന്നിധിയിൽ ജീവിച്ചിടാം. വെളിച്ചത്തിന്റെ മക്കളായി ലോകത്തിന്റെ സാക്ഷിയായിടാം. നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്നോടൊപ്പം നടന്നിടാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ അതിരാവിലെ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ താഴ്മയോടെ വരുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ജീവനും ശ്വാസവും നൽകിയ കർത്താവേ, സകല മഹത്വവും സ്തുതിയും
ആരാധനയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലൈവിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ പറയാൻ കഴിയാത്ത വേദനകളും കണ്ണുനീരോടെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ആരും അറിയാതെ അവരഭിരിക്കുന്ന ദുരിതങ്ങളും പോരാട്ടങ്ങളും അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ വെളിച്ചം ഇപ്പോൾ ഓരോ ജീവിതത്തിലേക്കും പ്രകാശിക്കട്ടെ. ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളിലും അവിടുത്തെ വെളിച്ചം ഉദിക്കട്ടെ. ഭയമുള്ളിടത്ത് ധൈര്യമുണ്ടാകട്ടെ, നിരാശയുള്ളിടത്ത് പ്രത്യാശ ഉണ്ടാകട്ടെ. തകർന്ന മനസ്സുകൾ അവിടുത്തെ സ്നേഹത്താൽ വീണ്ടും പൂർണ്ണമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വഴിതെറ്റി എന്ന് കരുതുന്നിടത്ത് അവിടുന്ന് നേർവഴിക്ക് നയിക്കുന്നു. കർത്താവേ, അവിടുന്ന് വഴി തുറക്കണമേ. കരഞ്ഞ രാത്രികൾക്ക് മറുപടി കൊടുക്കണമേ. സന്തോഷത്തിന്റെ പ്രഭാതം അവിടുന്ന് ഒരുക്കണമേ. കർത്താവേ, രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അവിടുത്തെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ശക്തി തകരട്ടെ. ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ബലം ലഭിക്കട്ടെ. കലങ്ങിയ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വാതിലുകൾ തുറക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കടബാധികളിൽ കഴിയുന്നവർക്ക് വിടുതൽ ലഭിക്കട്ടെ. ഓരോ ആവശ്യത്തിനും അവിടുന്ന് മതിയായ ദൈവമായി വെളിപ്പെടണമേ. മക്കൾക്കായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർക്കണമേ. അകന്നുപോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം മുഴുവൻ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അവിടുത്തെ വെളിച്ചത്തിൽ നടത്തണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണമേ. ഞങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും അവിടുത്തെ ദൂതന്മാരെ കാവലാക്കണമേ. അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ലൈവിൽ ഇന്ന് വിശ്വാസത്തോടെ ആമേൻ പറയുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അവരുടെ വീടുകളിൽ സമാധാനം വസിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കട്ടെ. അവരുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. വെളിച്ചമായി എൻ ജീവിതത്തിൽ വന്നിടണമേ യേശുനാഥ. ഇരുളെല്ലാം നീക്കിടുവാൻ നിന്നിൻ ഹൃദയം തുറന്നിടുന്നു.
വചനദീപം കയ്യിൽ തന്നാൽ വഴിതെറ്റാതെ നടന്നിടാം. തളർന്ന വേളയിൽ താങ്ങിടുവാൻ തൻ കരം നീട്ടിക്കൂടെയുണ്ടാം. കണ്ണുനീരെല്ലാം തുടച്ചിടുന്ന കരുണയുള്ള എൻ യേശുവേ, നിത്യമാർഗത്തിൽ നടത്തിയിടണമേ നിൻ സന്നിധിയിൽ ജീവിച്ചിടാം. വെളിച്ചത്തിൻ്റെ മക്കളായി ലോകത്തിൽ സാക്ഷിയായിടാം. നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്നോടൊപ്പം നടന്നിടാം. ഹല്ലേലൂയ. നിത്യജീവന്റെ പ്രത്യാശയിൽ ഓരോ ദിവസവും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ആവശ്യമായ ദൈവകൃപ ഈ പകൽ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധിയിൽ 28/6/2026 ഞായറാഴ്ച രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗിലേക്ക് കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഈ പകലിലും നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ, ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെ നെണ്ണി നമ്മെ നിർത്തിയിരിക്കുന്ന, എന്നെ ഈ കുടുംബത്തെ നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവരും ഇരിക്കുന്നവരും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക വചനം വായിച്ച് ദൈവം നൽകിയ ചിന്തകൾ പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ സന്ദേശം വെളിച്ചത്തിൻ്റെ വഴി. ആമേൻ. ആ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8, 9, 10 വാക്യമാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. വായിച്ചാൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ആമേൻ. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ മക്കളെ പോലെ നടക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുതിയ പ്രഭാതത്തിൽ ജീവനോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം നൽകിയ
ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് ഈ പകൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ വെളിച്ചത്തിലാണോ നടക്കുന്നത്, അതോ ഇരുട്ടിലാണോ? ഹല്ലേലൂയ. ഇരുട്ടിൽ നടക്കുന്ന ഒരാൾക്ക് മുന്നിൽ കുഴിയുണ്ടോ, പാമ്പുണ്ടോ, അപകടമുണ്ടോ എന്നറിയാൻ കഴിയില്ല. എന്നാൽ വെളിച്ചത്തിൽ നടക്കുന്ന ഒരാൾക്ക് വഴി വ്യക്തമായി കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, സങ്കീർത്തനം 119:105, അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. വചനമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത യാത്രയാ. ക്രിസ്തുവില്ലാത്ത ജീവിതം വെളിച്ചമില്ലാത്ത വഴിയാ. ഇന്ന് ദൈവം പറയുന്നു, എന്റെ വെളിച്ചത്തിൽ നടക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ സുരക്ഷിതമായി നടത്തും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം പ്രാപിക്കും. വായിച്ചു. പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ജീവന്റെ വെളിച്ചമുള്ളവനാകും. പ്രൈസ് ദി ലോർഡ്. യേശു വഴി മാത്രം കാണിച്ചു തരുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെയാണ് വഴി. ഹല്ലേലൂയ. യേശു വെളിച്ചം മാത്രം നൽകുന്നവനല്ല. ആമേൻ. യേശു തന്നെയാണ് വെളിച്ചം. അതുകൊണ്ട് യേശുവിനോടൊപ്പം നടക്കുന്നവർ ഇരുട്ടിൽ ആമേൻ നഷ്ടപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പ്രത്യേകത, ഈ വചനം കേൾക്കുന്നവരുടെ പ്രത്യേകത, ഈ വചനം അനുസരിക്കുന്നവരുടെ പ്രത്യേകത, ആമേൻ, ഈ വചനമാകുന്ന വെളിച്ചം ജീവിതത്തെ മാറ്റും എന്നുള്ളത്. പലരും പറയുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എന്റെ ജീവിതം ആശയക്കുഴപ്പത്തിലാണ്. ഹല്ലേലൂയ. എന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു. കാരണം അവർ ദൈവ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഈ ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് വിട്ടുപോകരുത്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചു. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച്, അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ. നീ കൃതാർത്ഥനാകും. ഹല്ലേലൂയ. എപ്പോഴാണ് കൃതാർത്ഥനാകുന്നത്? ഈ ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്, നീങ്ങിപ്പോകരുത്, വിട്ടുപോകരുത്. ഹല്ലേലൂയ. പ്രിയരെ, വചനം വായിക്കുന്നവൻ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ പഠിക്കുന്നു. ഹല്ലേലൂയ. അതെ, വചനം ധ്യാനിക്കുന്നവൻ വിവേകത്തോടെ ആമേൻ തീരുമാനമെടുക്കുന്നു. വചനം അനുസരിക്കുന്നവൻ അനുഗ്രഹത്തിന്റെ വഴി കണ്ടെത്തുന്നു. ഹല്ലേലൂയ.
ആമേൻ. മൂന്നാമതായി ആമേൻ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, വെളിച്ചത്തിൽ നടക്കുന്നവർ മറ്റുള്ളവർക്കും വെളിച്ചമാകും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ആമേൻ തുടർന്ന് ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ ഇരുള് മാറി വെളിച്ചമായി അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആമേൻ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയെ നമ്മുടെ മേൽ പകർന്ന് നമ്മെ നയിപ്പാനിടയാകും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാകും. ആമേൻ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു ചെറിയ വിളക്കിന് ഒരു മുറിയിലെ ഇരുട്ട് മാറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു വിശ്വാസിക്ക് ആമേൻ ഒരു കുടുംബത്തെ മാറ്റാൻ കഴിയും. ആമേൻ. ഒരു ഗ്രാമത്തെ മാറ്റാൻ കഴിയും. ഒരു തലമുറയെ പോലും സ്വാധീനിക്കുവാൻ കഴിയും. ഇന്ന് നാം ചോദിക്കണം, ആമേൻ, എന്റെ ജീവിതം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട്, ഹല്ലേലൂയ, അതേ ക്രിസ്തുവിലേക്ക് ആരെയെങ്കിലും നയിപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താ? നാലാമതായി നാം ചിന്തിക്കുന്നത് അവൻ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അശുദ്ധി, വ്യാജം, അനുസരണക്കേട്, ഹല്ലേലൂയ, ഇവ ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ. ആമേൻ. അത് വെളിച്ചത്തിന്റെ മക്കൾക്ക് അവ യോജിക്കുന്നതല്ല. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ പരസ്പരം കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. വായിച്ചു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ ആമേൻ നമുക്ക് തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതെ, വെളിച്ചത്തിൽ നടക്കുന്നത് ആമേൻ പാപമില്ലാത്ത ജീവിതമല്ല. ആമേൻ പാപം മറച്ചു വെക്കാത്ത ജീവിതമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ പാപം മറച്ചു വെക്കാത്ത, ആമേൻ പാപം ഹല്ലേലൂയ ഇല്ലാത്ത ഒരു ജീവിതം നയിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിത്യജീവന്റെ വെളിച്ചം, ആമേൻ, ഈ ലോകത്തിലെ വെളിച്ചം ഒരു നാൾ അണയും. പക്ഷേ ക്രിസ്തുവിന്റെ വെളിച്ചം ഒരിക്കലും അണയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. ആമേൻ. നഗരത്തിന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചം ആവശ്യമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഗരത്തിന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചം ആവശ്യമില്ല. ദൈവത്തിന്റെ മഹത്വം അതിനെ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഭൂമിയിലെ വെളിച്ചമല്ല, നിത്യജീവന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ നിത്യജീവന്റെ വെളിച്ചം പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ വെളിച്ചത്തിൽ ജീവിപ്പാൻ ആമേൻ ഈ പകൽ
ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ആഴ്ചയുടെ പ്രാരംഭം മുതൽ ഹല്ലേലൂയ, ഈ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളും ആമേൻ, വരുന്ന ഓരോ മണിക്കൂറുകളും ആമേൻ, ഓരോ മിനിറ്റുകളും ഓരോ നിമിഷങ്ങളും ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവ കൃപയിൽ, ദൈവാത്മാവിന്റെ നിയോഗത്തിൽ വെളിച്ചമായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശ്വാസമായി ജീവിപ്പാൻ ഹല്ലേലൂയ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നീ ഇരുട്ടിലൂടെ നടക്കുന്നു എന്ന് കരുതുന്നു, പക്ഷേ ഞാൻ നിന്റെ മുമ്പിൽ വെളിച്ചം തെളിയിക്കുന്നു. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ നീ നിൽക്കുന്നു, ഞാൻ പുതിയ വഴി തുറക്കുന്നു. ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന നിനക്ക് ഞാൻ വഴി കാണിക്കും. ഹല്ലേലൂയ. നീ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഞാൻ നിന്നെ നടത്തും. നിന്റെ കുടുംബത്തിന്മേൽ എന്റെ വെളിച്ചം ഉദിക്കും. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ കണ്ണുനീര് ഒഴുക്കിയ രാത്രി അവസാനിപ്പിച്ചു അതേ പുതിയ പ്രഭാതം ആരംഭിക്കുവാനിടയാക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എല്ലാ കണ്ണുകളും അടച്ചാൽ കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും?